സത്യത്തിൽ ഇതിനെക്കുറിച്ച് പറയേണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷെ പറയാതെ പോയാൽ പറ്റില്ല എന്ന് തോന്നുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കുറച്ചു കാലം മുമ്പ് ഒരു ചാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പാവം ഒരു കലാകാരൻ മരണപ്പെട്ടു. ആക്സിഡന്റ് ഡെത്ത് ആയിരുന്നു. അവരുടെ കുടുംബം വീടില്ല, ബുദ്ധിമുട്ട്, കുട്ടികളൊക്കെ വളരെ പ്രയാസത്തിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടൊരു ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ നല്ലൊരു ഭവനം ഉണ്ടാക്കി കൊടുത്തു. ആ ഭവനം ഇന്ന് ഉണ്ടാക്കി കൊടുത്താലൊരു പ്രയാസമാണ് ആയിട്ടുള്ള ഒരു കഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഒരാളെ സഹായിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അതൊരു വശത്ത്. എന്നാൽ എനിക്ക് മറ്റൊരു കഥ കൂടി പറയാനുണ്ട്. ഈ രണ്ട് കഥയും കൂടി പറയുമ്പോഴാണ് ഇത് പൂർത്തിയാകുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ വയനാട് ലാൻഡ്സ്ലൈഡ് ഉണ്ടാകുന്ന ഏകദേശം ആ സമയത്ത്, അതിന് തൊട്ട് മുമ്പാണ്, ഒരാഴ്ച മുമ്പാണ് ഞാൻ നിങ്ങളോട് ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നത്. ഒരു കുടുംബം ആത്മഹത്യയുടെ വക്കിലാണ്. അവർ ഇതുപോലെ മറ്റു പല ചാരിറ്റിയും ചെയ്തിട്ടുള്ളവരാണ്. അതായത് എൻ്റെ കെയർ ഓഫിൽ തന്നെ 2 വീടുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആ വീട് ഉണ്ടാക്കി കൊടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചെറിയ വീടാണ്. ഒരു റൂം, ഒരു ഹാള്, അതായത് പുറത്തു നിന്ന് ഹാളിലേക്ക് കടക്കും, പിന്നെ ഒരു റൂമുണ്ട്, പിന്നെ ഒരു കിച്ചൺ ഉണ്ട്, ഒരു സൈഡിൽ ഒരു ബാത്റൂം ഉണ്ട്, എല്ലാം കൂടി ഒരു ചെറിയൊരു വീട്. ആ ഹാളിൽ തന്നെ ഒരു സ്ഥലത്ത് കട്ടിലിടാൻ പറ്റും. ആരെങ്കിലും വന്നാൽ പായ വിരിച്ച് നിരന്ന് കിടക്കാൻ പറ്റും. ഉള്ളിൽ തന്നെ ഉണ്ട് ഒരു ടോയ്ലറ്റും ഉണ്ട്, അറ്റാച്ച്ഡ് അല്ല. പിന്നെ മുകളിലേക്ക് ഒരു കോണിക്കൂടും വെച്ചിട്ട് ഒരു ചെറിയൊരു വീട്. അപ്പോൾ ഇത്തരത്തിലൊരു ചെറിയ വീടുണ്ടാക്കി കൊടുക്കുമ്പോഴും നല്ല ഭംഗിയിലായിരുന്നു ഉണ്ടാക്കി കൊടുത്തിരുന്നത്, നല്ല ഉറപ്പിലായിരുന്നു. ഫുള്ള് ടൈലിട്ട് കിച്ചണൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് ഫുൾ ഫർണിച്ചറൊക്കെയാണ് കൊടുക്കുന്നത്. ആ ചാരിറ്റി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീടില്ലാത്ത ഒരു സാധുവാണെന്നുണ്ടെങ്കിൽ, അവർക്ക് അർഹത ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, അവർക്ക് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെന്ന് വീടിനുള്ള പണി നോക്കും. അവരെ ഏതെങ്കിലും ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടോ കോട്ടേഴ്സിക്കോ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റും. എന്നിട്ട് വീട് പണി തുടങ്ങും. ആ വീട് ക്രമത്തിൽ അതിന്റെ പണി നടക്കും. പണി അവസാന ദിവസം പെട്ടെന്ന് തന്നെ പണി കഴിയും. അതിന്റെ കറണ്ടൊക്കെ സ്ഥാപിച്ചെല്ലാം കഴിഞ്ഞ് അവസാനം ഒരു അടിച്ചു തുടക്കലുണ്ടാവുമല്ലോ, ഫുള്ള് പണിക്കാർ വെച്ചിട്ടാണ് ചെയ്യിക്കുന്നത്. എല്ലാം തുടച്ച് വൃത്തിയാക്കുന്ന അതേ ദിവസം ഇവരോട് വരാൻ പറയും. ഈ വീടിന്റെ ആർക്കാണോ വീട് വെക്കുന്നവർ. ഈ പണി കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്ന അവസാനം തുടച്ച് വൃത്തിയാക്കി താക്കോല് പൂട്ടി താക്കോലും ഈ വീട്ടുടമയ്ക്ക് കൊടുത്തിട്ട് പോവുകയാണ് ചെയ്യുക. അതാണ് ചടങ്ങ്. വേറെ ചടങ്ങൊന്നുമില്ല. വൃത്തിയാക്കിയിട്ട് താക്കോല് കൊടുത്തിട്ട് പറയും, ഇനി നിങ്ങൾ എന്താ വെച്ചാൽ ആയിക്കോളി, കുടിയിരിക്കൽ നടത്തിക്കോളി, പാലാച്ചൽ നടത്തിക്കോളി, എന്താ വെച്ചാൽ ആയിക്കോളി, ഇപ്പൊ മുതൽ നിങ്ങളുടെ വീടാണ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടെങ്കിൽ പോരാണ്. ഒരു മനുഷ്യനെ അറിയില്ല ആരാണ് ഈ വീട് വെച്ചതെന്ന് അറിയില്ല. ഈ താക്കോല് കൊടുത്ത് അങ്ങനെ ഒരു ചടങ്ങോ ചെയ്യാതൊന്നുമില്ല. പത്രത്തിൽ കൊട്ടിഘോഷിക്കില്ല, നോട്ടീസ് അടിക്കില്ലല്ലോ, ഒന്നുമില്ല. ഇത്തരത്തിൽ 2 വീടുകൾ എൻ്റെ കെയർ ഓഫിൽ ഉണ്ടാക്കി കൊടുത്ത ഒരു കുടുംബമാണ് ഞാൻ പറഞ്ഞ കുടുംബം. പിന്നെ 1-2 ഓട്ടോറിക്ഷകൾ, കുറച്ച് വാട്ടർ ബെഡുകൾ, 1-2 വീൽ ചെയറുകൾ, ഇതൊക്കെ എനിക്കറിയാം. പിന്നെ ചെറിയ ചെറിയ ചികിത്സാ സഹായങ്ങൾക്ക്, വിവാഹ ധനസഹായങ്ങൾ കൊടുത്തിട്ട് എനിക്കറിയാം. അവർ നല്ലൊരു സമയത്താണ്. പക്ഷെ വളരെ പെട്ടെന്ന് അവരുടെ ബിസിനസ് ഡൗൺ ആയിപ്പോയി. ഈ എന്താ പറയാ, പാർട്ട്നേഴ്സ് ബിസിനസ്സുകൾ ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ ആരൊക്കെയാണോ നമ്മളോട് പാർട്ട്ണർഷിപ്പിൽ കൂടിയത് അവരൊക്കെ എൻ്റെ പൈസ ഞാൻ പോണ് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അതായത് ലാഭം ഉണ്ടെങ്കിലല്ല എനിക്ക് വേണം, നഷ്ടമുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നുള്ളത് പാർട്ട്ണർമാരുടെ ഒരു പൊതു സ്വഭാവമാണ്. ആ അർത്ഥത്തിൽ ഇവിടെ ഇദ്ദേഹത്തിൽ നിന്ന് എല്ലാം പാർട്ട്ണർഷിപ്പ് പൈസ വാങ്ങി എല്ലാവരും പിരിഞ്ഞു. ഇദ്ദേഹം വലിയ കടക്കാരനായി. അങ്ങനെ 500 രൂപ പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലായിരുന്നു ഞാൻ അദ്ദേഹത്തെ കണ്ടത്. ഒരിക്കൽ കോഴിക്കോട് നിന്ന് എൻ്റെ ക്ലാസ്സും കഴിഞ്ഞിട്ട് ആറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ക്ലാസ്സിന് പോവുകയാണ്. പിറ്റേന്ന് രാവിലെ 11 മണിക്കാണ് എൻ്റെ ക്ലാസ്. അപ്പോൾ ഞാൻ രാത്രി 2 മണി ചെല്ലുമ്പോൾ ഞാൻ വഴിക്ക് ഒരു സ്ഥലത്ത് വെച്ച് കാണുന്നു. ആ സമയത്ത് ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ കാണുന്നു. എനിക്ക് അസ്വാഭാവികത തോന്നി. എനിക്ക് പരിചയമുള്ള വണ്ടി കൊണ്ട് നിർത്തുമ്പോൾ ഇവരാണ്. ഞാൻ അവരെ കൂട്ടി അവരുടെ താമസ സ്ഥലത്ത് വന്നു. അങ്ങനെ കുറച്ച് കഥകളുണ്ട്. ബാക്കിയൊക്കെ ഞാൻ ഇതിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി അന്ന് കണ്ടില്ലായിരുന്നുണ്ടെങ്കിൽ അവർ ആത്മഹത്യയിലേക്ക് പോകുന്നുണ്ട്. അത്രത്തോളം പ്രയാസമില്ല. കുറേ പൈസ കടമുണ്ട്. നമ്മുടെ മലയാളികളുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടമുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അത് പൈസ ഇല്ലാത്തൊരവസ്ഥ എത്തിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ കൂട്ടിപ്പിടിച്ചിട്ട് ഒരു കുത്തിനൊരു പിടിയാണ്. എൻ്റെ പൈസ കൊണ്ട് എൻ്റെ പൈസ കൊണ്ടാകും. എന്തെങ്കിലും നിലയ്ക്ക് ഒന്ന് ഡെവലപ്പായി ഒന്ന് കയറി വന്ന് കുറേശ്ശെ കടം തീർക്കാനുള്ള സാവകാശം കൊടുക്കില്ല. തകർന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ വട്ടം ചുറ്റും. കിട്ടുന്നത് എങ്ങനെയെങ്കിലും ഊരിയെടുക്കാനുള്ള ഒരു പരിപാടി നോക്കും. അങ്ങനെയാണ് പലരും ആത്മഹത്യയിലേക്ക് പോകുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ഒരു അവസ്ഥ പുറത്താരും അറിഞ്ഞിരുന്നില്ല. 1-2 സുഹൃത്തുക്കൾ ഒഴികെ ബാക്കി ആരും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ഞാനത് മനസ്സിലാക്കിയപ്പോൾ എൻ്റെ കമ്പനിയിൽ നിന്ന് എൻ്റെ കമ്പനി ഫോർമേഷൻ വെച്ചിരുന്ന കുറച്ച് പൈസ എടുത്തിട്ട് ഞാൻ ആ ബേസിക് കാര്യങ്ങൾ ചെയ്തു. പിന്നെ പോരാതെ വന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് യൂട്യൂബേഴ്സ്, എൻ്റെ വീഡിയോ കാണുന്ന യൂട്യൂബ് ഫോളോവേഴ്സിനോട് ഞാൻ പൈസ ചോദിച്ചത്. അത് ഏകദേശം ഒരു 1.5-2 ലക്ഷത്തോളം കിട്ടുന്ന സമയത്താണ് വയനാട് ലാൻഡ്സ്ലൈഡ് ഉണ്ടായത്. പിന്നെ എനിക്ക് പൈസ ഒന്നും കിട്ടിയില്ല. 5 ലക്ഷം വരെ നമുക്ക് വേണ്ടിയിരുന്നത്. ഞങ്ങൾ സാധാരണ ചെയ്യുന്നത്, ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 43 ലക്ഷം രൂപയോളം കടമുണ്ടായിരുന്ന അദ്ദേഹത്തെ പിടിച്ചു കയറ്റണമെന്ന് എനിക്കൊന്നും സാധിക്കുന്നില്ല. കാര്യം നമുക്കും ഒന്നുമില്ലാതെ രക്ഷപ്പെടാൻ വേണ്ടി അവിടെ ഇവിടെ ചില കമ്പനികളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത്
എങ്ങനെയെങ്കിലും കയറി വരാൻ തയ്യാറെടുത്തുകൊണ്ട് നിൽക്കുന്നതാണ്. പക്ഷെ ഇവരെ കുറിച്ച് കൂടുതൽ അറിയാവുന്നത് കൊണ്ട് ഞാൻ തയ്യാറായെന്ന് മാത്രം. ആദ്യം ബേസ് ഇട്ടതിന്റെ പിന്നാലെ പിന്നെ ഈ 2 ലക്ഷം രൂപയും പിന്നെ എന്റെ കമ്പനി ബാക്കി പണിയെടുക്കാൻ വേണ്ടി വെച്ചിരുന്ന പൈസയും കൂടെ എടുത്തിട്ടാണ് ഞാൻ അവരൊന്ന് ട്രാക്കിലേക്ക് കയറ്റിയത്. അതിന് ഗുണമുണ്ടായി. ആ ഗുണം എന്ന് പറഞ്ഞാൽ ഇന്ന് മാസങ്ങൾ കഴിയുമ്പോൾ ഇന്ന് അവർ കടം തീർത്ത് തുടങ്ങി. ആരും അറിയാതെ ആ കച്ചവടത്തിന്റെ ലെവലിലേക്ക് വീണ്ടും കയറി വന്നു, പഴയതുപോലെ ട്രാക്കിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ കിട്ടുന്ന പ്രോഫിറ്റും മറ്റു കാര്യങ്ങളും എടുത്ത് അവർ കടം തീർത്തുകൊണ്ടിരിക്കുന്നുണ്ട്, അവരുടെ ബാധ്യതകൾ തീർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാതെ മുഴുവൻ ബാധ്യതയും നമ്മൾ ആർക്കും തീർത്തു കൊടുക്കൊന്നും വേണ്ട. ഒരു കൈസഹായം കൊടുത്തു കഴിഞ്ഞാൽ അവർ കയറി വന്നോളും. ആ കൈസഹായം കൊടുക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് പലരും കയറെടുക്കുന്നത്. ഞാനത് ചെയ്തേ ഉള്ളൂ. അത് എന്നെ ഒരുപാട് യൂട്യൂബ് എന്റെ ഫോളോവേഴ്സ് സഹായിച്ചു. അങ്ങനെ ഞാൻ കൊടുക്കില്ലായി കഴിഞ്ഞപ്പോൾ എന്റെ കമ്പനി വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ എനിക്ക് പൈസ തന്നു. അറിയാം, ഞാൻ കുറെ കണക്കുകൾ ഞാൻ പറഞ്ഞിരുന്നു, തന്ന കണക്കൊക്കെ 2 ലക്ഷം ചില്ലുവാൻ രൂപ അത് അങ്ങനെ കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചല്ലാതെ പൈസ കിട്ടി. ഇപ്പോൾ അതിന്റെ മാർക്കറ്റിംഗ് ഭാഗത്തിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് പൈസ ശേഖരിക്കാനായിട്ട് കാത്തുകൊണ്ട് നിൽക്കുകയാണ്. ആരെങ്കിലുമൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കാൻ ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ ഒരു കഥ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്റെ കാര്യം പറയാനല്ല. അങ്ങനെ ഒരാളെ സഹായിക്കാൻ ശ്രമിച്ചപ്പോൾ, ഒരു കൈപിടിച്ച് സഹായിച്ചപ്പോൾ അവർ മറ്റുള്ളവരെ സഹായിക്കാൻ തുടങ്ങി. അതാണ് എന്റെ ഇവിടുത്തെ പോയിന്റ്, എനിക്ക് പറയാനുള്ള, നിങ്ങളോട് പറയാനുള്ള പോയിന്റ്. ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ഒരാളെ കൈപിടിച്ച് കയറ്റി ഒരു ട്രാക്കിലേക്ക് കൊടുത്തപ്പോൾ അയാളെ കടമൊന്നും തീർന്നില്ല എന്നുണ്ടെങ്കിലും ട്രാക്കിൽ കൃത്യമായി പോകുന്നത് കൊണ്ട് കടങ്ങൾ തീരുന്നു, മറ്റുള്ളവരെ വീണ്ടും ചെറിയ രീതിയിൽ സഹായിച്ചു തുടങ്ങി, അയാൾ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്തുന്നു. ആ ഒരു നന്ദി കടപ്പാടും നമ്മളോടും ഉണ്ട്, ആ സമൂഹത്തോടും ഉണ്ട്, എല്ലാവരോടും ഉണ്ട്. അതൊരു വിഭാഗം. എന്നാൽ മറുഭാഗത്ത് ഒരു കലാകാരൻ ഒരു ആക്സിഡന്റിൽ മരണപ്പെടുന്നു, പെട്ടെന്ന് മരണപ്പെടുന്നതാണ്. പൊതുവെ ഈ കലാകാരന്മാരുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായി വല്ലാതെ ഒന്നും ഉണ്ടാവില്ല. വലിയ പ്രശസ്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ വല്ലാതെ സാമ്പത്തികമായിട്ട് ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ വീട് തന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ അതിപ്രശസ്തരായിട്ടുള്ള പലരെ എടുത്തു നോക്കുക, അവർക്ക് സ്വന്തമായി കടപ്പാടം പോലും ഉണ്ടാവില്ല. കാര്യം കിട്ടുന്ന വരുമാനം വളരെ കുറച്ചായിരിക്കും. ഇപ്പൊ സിനിമ ഫീൽഡിൽ തന്നെ നായകന്മാർക്ക് കോടികൾ കിട്ടുമ്പോൾ കൂടെ അഭിനയിക്കുന്നവർക്ക് കിട്ടുന്നത് 50,000 1 ലക്ഷമൊക്കെയാണ്. അതുകൊണ്ടൊന്നും ഒന്നും ആവില്ല. അവർ സിനിമ കഴിഞ്ഞാൽ വേറൊരു സിനിമയ്ക്ക് പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും കിട്ടുക. കൂലിപ്പണിക്കോ പെയിന്റ് പണിക്കോ പിന്നെ പോകാനും പറ്റൂല, സിനിമ നടനായിപ്പോയി. അങ്ങനെ കൂടെ ഉണ്ട്, ആരും പണിക്ക് വിളിക്കൂല. ഇപ്പൊ എന്റെ ഒരു സുഹൃത്തുണ്ട്, പണ്ട് ഹോം സിനിമയിലൊക്കെ നായകനായിരുന്ന, സലാം കൊടിത്തൂറിന്റെ സിനിമയിലൊക്കെ ഹോം സിനിമയിൽ നായകനായിരുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു പെയിന്റ് പണിക്കാരനായിരുന്നു. എന്നാൽ പിന്നീട് സിനിമ ഇല്ലാതായി, ഹോം സിനിമയുടെ ഒക്കെ ഔട്ട് ഓഫ് ആയി, 1-2 സിനിമയിലൊക്കെ ഒന്ന് അഭിനയിച്ചു, അതും അതിന്റെ കോലത്തിലൊക്കെ പോയി. സിനിമയിൽ അവസരങ്ങൾ ഇല്ലാതെ വന്നപ്പോൾ ഇദ്ദേഹം ഒരു സിനിമ നടനായി പോയി. എന്നിട്ട് കാരണം കൊണ്ട് പണിക്ക് വിളിക്കുന്നില്ല ആൾക്കാർ. കാര്യം അത്യാവശ്യം ഫേമസ് ആയ, നല്ല എന്താ പറയാ, വൈറലായി പോയി കഴിഞ്ഞ ഹോം സിനിമകളുടെ നായകനാണ്. ഇയാളെ എല്ലാവർക്കും അറിയാം. ഒരു വീട്ടിൽ പണിക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇയാളെ പണിയെടുക്കാൻ സമ്മതിക്കില്ല, സെൽഫി എടുക്കാൻ അതിന് തന്നെ ആൾക്കാർ വരുള്ളൂ. അങ്ങനെ ആൾക്കാർ പണിക്ക് വിളിക്കാതായി. പറയും, ചങ്ങാതി നിങ്ങൾ പണിക്ക് വന്നോ, പക്ഷെ ഇന്ന ആളെ കൊണ്ടുവരണ്ട എന്ന് പറയും. കാരണം അയാളെ പണി നടക്കൂല, കൂലി വെറുതെ കൊടുക്കാനേ പറ്റുള്ളൂ. ഇതാണ് പല പ്രമുഖരായിട്ടുള്ള പല നടന്മാരുടെയും അല്ലെങ്കിൽ ഈ പറയുന്ന കലാകാരന്മാരുടെ അവസ്ഥ. അവർക്ക് മറ്റു പണിയെടുക്കാൻ പോകാൻ പറ്റൂല. അപ്പൊ അത്തരം ഒരു അവസ്ഥയിൽ നിൽക്കുന്ന, സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇങ്ങനെ പോകുന്ന, എന്നാൽ വല്ല പ്രോഗ്രാം കിട്ടുമ്പോൾ അതിലൂടെ എന്തിയും മോളിയും ഇങ്ങനെ പോകുന്ന സമയത്ത് ആൾ മരണപ്പെടുകയോട് ചെയ്താലോ? അങ്ങനെ നമ്മുടെ കലാരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പ്രശസ്തനായ ഒരു കലാകാരൻ മരണപ്പെട്ടു. ഞാൻ അങ്ങനെ പറയുന്നത് എന്റെ വായിൽ നിന്ന് പേരെടുത്ത് പറഞ്ഞവരെ നശിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ്. നമ്മുടെ പ്രതിഷേധം അറിയിക്കാൻ വേണമല്ലോ. അങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ വീടില്ല, കുടുംബത്തിൽ പ്രയാസമാണ്, മറ്റു കാര്യങ്ങൾ ആണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ പലരും ധനസഹായം കൊടുക്കാം, വീട് കൊടുക്കാന്നൊക്കെ പറഞ്ഞു. ചില ചാനലൊക്കെ പറഞ്ഞിരുന്നു. ഈ വയനാട് ലാൻഡ് സ്ലൈഡ് ഉണ്ടായപ്പോഴത്തേക്ക് ഒരു ചാനൽ വല്ലാണ്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നത് പോലെ ഇവിടെ ഇവർക്കും വീട് വെച്ചു കൊടുക്കാമെന്ന് ചാനലൊക്കെ പറഞ്ഞു. പക്ഷെ ആരും തിരിഞ്ഞു നോക്കിയില്ല. പിന്നെ അവസാനം ഒരു സഹോദരൻ മനോഹരമായൊരു വീട് ചെയ്തു കൊടുത്തു. ആ വീട് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇരിക്കപ്പുറത്തി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു വല്ലാത്തൊരു വിഷയമായിട്ട് അദ്ദേഹം അദ്ദേഹം വീഡിയോയിൽ വന്ന് പറയുന്നത്. അതായത് ഒരു ക്ലോക്ക് കേടുവന്നാൽ വിളിക്കുക, എവിടെയെങ്കിലും ഒന്ന് ചെരിഞ്ഞാൽ വിളിക്കുക, എല്ലാം പിന്നെ അതിന്റെ സർവീസും മെയിൻ്റനൻസും കംപ്ലീറ്റ് പിന്നെ ഇയാൾ ചെയ്തു കൊടുക്കണം. അല്ല, എനിക്കൊരു സംശയമാണ്. നമുക്ക് വരുമാനമില്ലായിരുന്നു, നമ്മളെ ബുദ്ധിമുട്ടിന് ഒരാൾ വീട് നമുക്ക് ഉണ്ടാക്കി തന്നു. ആ വീട് പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പെയിന്റൊക്കെ അടിച്ച് കൃത്യമായി മര്യാദയ്ക്ക് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം അവർക്കില്ലേ? അതോ അതിൽ എന്തെങ്കിലും പറ്റിയാൽ, എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ് കഴിഞ്ഞാലോ, ഒരു ലീക്ക് വന്നാലോ മറ്റെന്തെങ്കിലും വന്നാലോ ഒക്കെ ഇയാളങ്ങ് ചെയ്തു കൊടുക്കും. കാലാകാലം പിന്നെ ആ വീടിന്റെ മെയിൻ്റനൻസ് മുഴുവൻ, കറണ്ട് ബില്ലും അടച്ച്, വെള്ളക്കാരം കൊടുത്തിട്ടുണ്ട്, എല്ലാ പെയിന്റും ചെയ്ത് കൊടുത്ത്, അതിന്റെ ടൈൽസ് പൊട്ടിച്ച്, പൊട്ടിയത് പൊട്ടിച്ച്, കാറ്റിച്ച് കഴിഞ്ഞാൽ അതും കോരിക്കൊടുത്ത് കൂടെ നിൽക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചില വർത്തമാനങ്ങൾ കേൾക്കുന്നത് കേട്ടു. അല്ലാതെ തന്നെ അവരുടെ ചില നിലപാടുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ ഒരു ഇതുണ്ടാക്കുന്നുണ്ട്. ഇവർക്ക് അർഹതയുള്ള കരങ്ങളിലേക്കല്ല കൊടുത്തത് എന്ന്. അർഹതയുള്ള കരങ്ങളിലേക്ക് തന്നെയാണ് കൊടുത്തത്. പക്ഷെ കൊടുത്ത ആളിനൊരു സ്വസ്ഥത കൊടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാനിത് പറയാൻ കാരണം,
നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ സഹായിച്ചിട്ടല്ല, ഈ യൂട്യൂബിലെ എൻ്റെ സുഹൃത്തുക്കളും അതായത് എൻ്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും മറ്റുള്ളവരും എല്ലാവരും കൂടി ചേർന്ന് സഹായിച്ച ഒരു വ്യക്തി, അദ്ദേഹം അത് ട്രാക്കിൽ നിന്ന് കയറി വരാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവർ വീണ്ടും സഹായിച്ചു തുടങ്ങുകയാണ് പഴയ അവസ്ഥയിൽ. ഇപ്പൊ ഈ അടുത്ത ദിവസം ഒരു ഓട്ടോറിക്ഷ എടുത്ത് കൊടുത്തു എന്ന് ഞാൻ അറിഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ സഹായിച്ചു തുടങ്ങി. ആ സമയത്ത് ഇവിടെ സഹായമൊന്നും ചെയ്യണ്ട, ഈ സഹായം കൊടുത്തവനെ ഉപദ്രവിക്കായിരുന്നൂടെ? അത് ചെയ്യാമല്ലോ. അപ്പൊ അത് വളരെ മോശമാണ്. എന്റെ വീഡിയോ കാണുന്നവർക്ക് തിരിയുന്നവർക്ക് തിരിയും. അവരുടെ സുഹൃത്തുക്കളോ മറ്റാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അവരോടൊപ്പം പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ദയവായി മറ്റുള്ളവർക്ക് കൊടുക്കുന്നതും കൂടെ നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. ഇവർക്ക് ഈ വീടുണ്ടാക്കി കൊടുത്ത, ഈ കലാകാരന്റെ കുടുംബത്തിന് വീടുണ്ടാക്കി കൊടുത്ത ആൾ പറയുന്നുണ്ട്, ഇനി ഞാൻ ആർക്കും വീടുണ്ടാക്കി കൊടുക്കുന്നില്ല, കാരണം ഞാൻ കുറച്ചു പേർക്ക് കൊടുത്തു, ഞാനിപ്പോൾ മടുത്തു, ഞാൻ ആകെ ബുദ്ധിമുട്ടായി. ഇതാണ് എന്റെ കുഴപ്പം. നമ്മൾ ആരെങ്കിലും സഹായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ സഹായം പറ്റിക്കൊണ്ട് നമുക്കിട്ട് തിരിഞ്ഞു പണിയുമ്പോൾ പിന്നെ നമുക്ക് ആർക്കും ഒരു സഹായം കൊടുക്കാൻ തോന്നൂല. ഇതാണ് നന്ദിയില്ലാത്ത മനുഷ്യന്മാർ, അല്ലെങ്കിൽ വകതിരിവില്ലാത്ത മനുഷ്യന്മാരെന്ന് പറയുന്നത്. അർഹതയുള്ള കരങ്ങളിലേക്ക് കൊടുക്കാവൂന്ന് പറയുന്ന ഇതാ, പാത്രം അറിഞ്ഞ് വിളമ്പാവൂ എന്ന് പറയാറുണ്ട്. അങ്ങനെ പാത്രം അറിഞ്ഞ് വിളമ്പിയില്ല എന്നുണ്ടെങ്കിൽ ചില അപകടങ്ങൾ സംഭവിക്കും. ആ വീടുണ്ടാക്കി കൊടുത്ത ആ സഹോദരൻ അതാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. Different angles. Don't forget to subscribe and support this channel.